അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ആ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ആ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഈ ആപ്ലിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. അതേപോലെ തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നേരെ ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ട്രൂ ബാലൻസ് എന്നുള്ളത്. വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള അതേപോലെ തന്നെ MBFC വഴി നമുക്ക് ലോണുകൾ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ ട്രൂ ബാലൻസ് എന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് KYC എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ KYCകളാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമുക്ക് ചെറിയ ലോൺ എമൗണ്ടുകളാണ് ഈ ആധാർ കാർഡും പാൻ കാർഡൊക്കെ വെച്ചിട്ട് ലഭിക്കുകയുള്ളൂ. വലിയ ലോൺ എമൗണ്ടുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ തന്നെ അതിൻ്റേതായ വലിയ ഡോക്യുമെൻറ്റ്സുകൾ നൽകേണ്ടി വരും. അപ്പോൾ ചെറിയ എമൗണ്ടുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ് അതേപോലെ തന്നെ നമ്മളുടെ സെൽഫി ഒക്കെ കൊടുത്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ലോൺ ലഭിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണിത്. വലിയ എമൗണ്ടുകൾ ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. അപ്പോൾ ഇതിൽ ഇവരൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലോൺ ഇവരുടെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഒക്കെ എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ മറ്റൊരു കാര്യം പറയാനുള്ളത്, 1000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഈ ലോൺ ആപ്ലിക്കേഷനിൽ ലഭ്യമാവുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. ഇപ്പോൾ ഈ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ 10,000 രൂപ ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 6 മാസത്തെ കാലാവധിയിലാണ് നമ്മൾ ആ ലോൺ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 2.4% പെർ മന്ത് നമുക്ക് അതിന് ഇൻട്രസ്റ്റ് റേറ്റ് വരിക. അതേപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് ഈ 10,000 രൂപയുടെ 6% നമുക്ക് പ്രോസസ്സിംഗ് ഫീ വരിക. ഈ 10,000 രൂപയുടെ 6% എന്ന് പറയുമ്പോൾ നമുക്ക് 600 രൂപയോളം പ്രോസസ്സിംഗ് ഫീ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ GST എന്ന് പറയുന്നത് ഈ 10,000 രൂപയുടെ 18% നമുക്ക് GST വരിക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 708 രൂപയോളം നമുക്ക് GSTയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 844 രൂപയാണ് വരിക. അതേപോലെ തന്നെ ഈ 12 മാസവും നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരുന്ന EMI എന്ന് പറയുന്നത് 1,807 രൂപ വെച്ച് നമ്മൾ ഓരോ മാസവും റീപേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ടോട്ടൽ റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് 11,550 രൂപയാണ്, പ്രോസസ്സിംഗ് ഫീ എല്ലാം ഉൾപ്പെടെ. അപ്പോൾ ഇതാണ് ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമുക്ക് ലോണിന് ആവശ്യമുള്ളവർ മാത്രമേ ഇതേപോലുള്ള ആപ്ലിക്കേഷനിൽ കയറി ലോണിന് ട്രൈ ചെയ്യാവൂ. അതേപോലെ വെറുതെ ആരും കയറി ട്രൈ ചെയ്യരുത്. അപ്പോൾ ഇതിൽ നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതേപോലെ തന്നെ വീഡിയോ KYC നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോണിലെ പെർമിഷൻസുകൾ നമ്മൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ KYC എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു അടിപൊളി RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഈ ട്രൂ ബാലൻസ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.